നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ വിളംബര ജാഥ നടത്തി. മനക്കുളങ്ങര ലയൺസ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ആമ്പല്ലൂർ സിഗ്നലിനു സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ വിളംബര ജാഥ നടത്തി. കൊടകര LP സ്കൂളിൽ നിന്നും ആരംഭിച്ച ജാഥ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, TK പത്മനാഭൻ, MM ഗോപാലൻ, ഷിനി ജെയ്സൺ, പ്രനില ഗിരീശൻ, CD സിബി, ജനറൽ കൺവീനർ സുധീർ മാഷ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ വേഷധാരികളായ കുട്ടികൾ, സ്റ്റുഡന്റ് പോലീസ്, NCC, SPC കേഡറ്റുകൾ, വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ, അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിളംബര ജാഥ ടൌൺ ചുറ്റി കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ സമാപിച്ചു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി കൊടകരയിലെ വിദ്യാലയങ്ങളിലാണ് കലോത്സവം നടക്കുന്നത്. നമ്മുടെ വിളംബര ജാഥ ആരംഭിക്കുകയാണ്. ഈ വരുന്ന 18, 19, 20, 21 തീയതികളിൽ 4 ദിവസമായിട്ട് ചാലക്കുടി ഉപജില്ലയുടെ കലോത്സവം ഇവിടെ നടക്കുകയാണ്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഒരു ഉത്സവ പ്രതീതിയോടുകൂടി ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വിളംബര ജാഥ എല്ലാവരും ഒന്നിച്ചു. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ പുലിപ്പാറക്കുന്ന് GW LP സ്കൂളിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ PB അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സുധീർ M, ജനപ്രതിനിധികളായ ജോയ് നെല്ലിശ്ശേരി, പത്മനാഭൻ TK, ഗോപാലൻ MM, സിബി CD, സ്വപ്ന സത്യൻ, പുൽപ്പാറക്കുന്ന് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ ശ്രീകുമാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഉയർന്നു വന്ന ഒരു ആശയമാണ് കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടി. സാധാരണ കലോത്സവ പരിപാടികളിലെല്ലാം തന്നെ വിഭവ സമാഹരണം നടത്താറുണ്ട്. എന്നാലും അത് ഒരു പ്രത്യേക പേരിൽ കലയുടെ മാമാങ്കത്തിന് കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഈ ഒരു പരിപാടിയുടെ ശ്രദ്ധേയമാകാൻ നമുക്ക് കഴിയുന്നുണ്ട്. മനക്കുളങ്ങര ലയൺസ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന 157ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് 17 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ലയൺസ് ക്ലബ് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 6383864474, 9447227653, 9447406679. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെ സഹായത്തോടുകൂടി കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് സംയുക്തമായി ചേർന്ന് നടത്തുന്ന 157ാമത്തെ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഈ മാസം 17-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച കാലത്ത്
9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടത്തുന്നതാണ്. സ്ത്രീകളുടെ ശബരിമല, മധ്യകേരളത്തിലെ ശബരിമല എന്നിങ്ങനെ അറിയപ്പെടുന്ന കൊടകര വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. വ്രതശുദ്ധിയുടെ പൊൻപുലരിയിൽ കാനന നടുവിലെ കലിയുഗ വരദനെ കൺകുളിർക്കെ കാണാനും മലമുകളിലെ ക്ഷേത്രസന്നിധിയിലെ പുനർജനി നൂഴ്ന്ന് പാപമുക്തി നേടാനുമായി ആയിരങ്ങൾ ക്ഷേത്രസന്നിധിയിലെത്തും. പുലർച്ചെ 4-ന് തന്ത്രി ഏർണൂർ മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി ക്ഷേത്രനട തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നിർമാല്യം, 4:15-ന് അഭിഷേകങ്ങൾ, 4:30-ന് ഗണപതി ഹോമം, 5-ന് ഉഷപൂജ, കലശപൂജ, 5:30 മുതൽ ശാസ്താംപാട്ട്, 10:30 മുതൽ അന്നദാനം, 12-ന് കലശാഭിഷേകം, ഉച്ചപൂജ, 12:30-ന് കോമരം തുള്ളൽ, വൈകിട്ട് 6-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് ഹരിവരാസനം, നടയടപ്പ് എന്നിവയാണ് പരിപാടികൾ. മൂലംകുടം സമുദായം, കാരണവർ, വീട്ടിച്ചോട് യുവജന സംഘം, പാപ്പാളിപ്പാടം ദേശം, വാസുപുരം വടക്കുമുറി സമാജം, ആറേശ്വരം സെന്റർ, ഇത്തുപ്പാടം സെന്റർ, യുവജന സംഘം ഇത്തുപ്പാടം വടക്കുമുറി യുവസംഗമം, കിഴക്കുമുറി യുവജന സംഘം എന്നിങ്ങനെ 10 കാവടി സംഘങ്ങൾ പങ്കാളികളാകും. മൂലംകുടം സമുദായം സെറ്റിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് 7:30-ന് മൂലംകുടം സ്കൂൾ മൈതാനിയിൽ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും നടക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2-ാം പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ പോലീസും കേരള പോലീസും സംയുക്തമായി പരിശോധന നടത്തുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക്കിൽ സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഏകദേശം 8 ലക്ഷത്തോളം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. 2-ാമത്തെ പ്ലാറ്റ്ഫോമിലെ തെക്കേയറ്റത്തുള്ള എക്സ്കലേറ്ററിന് സമീപമാണ് പ്ലാസ്റ്റിക് സഞ്ചിയിൽ സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. സമീപത്തൊന്നും ഉടമസ്ഥരെന്ന് തോന്നുന്ന ആരുമില്ലായിരുന്നു. ഉച്ചയോടെ ധൻബാദ് എക്സ്പ്രസ് വന്നു പോയതിനു ശേഷമായിരുന്നു സംയുക്ത പരിശോധനയിൽ റെയിൽവേ പോലീസും കേരള പോലീസും കഞ്ചാവ് കണ്ടെത്തിയത്. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് എത്തുന്നത്. വിൽപ്പന ആവശ്യത്തിനായി കേരളത്തിലേക്ക് എത്തിച്ച കഞ്ചാവാണിതെന്നും പോലീസിനെ കണ്ട പ്രതികൾ രക്ഷപ്പെട്ടതാവാമെന്നുമാണ് കരുതുന്നതെന്നും പോലീസ് പറഞ്ഞു. പിടിച്ചെടുത്ത കഞ്ചാവ് നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി. 12:25 മണിയോടെ നമ്മൾ കേരള റെയിൽവേ പോലീസും അതുപോലെ RPFും ചേർന്ന് സംയുക്തമായിട്ട് പ്ലാറ്റ്ഫോമുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എസ്കലേറ്ററിൻ്റെ അടുത്ത് ആ വേസ്റ്റേക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 2 ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടപ്പെട്ട് അത് നമ്മൾ എടുത്ത് നോക്കിയതിൽ അതിനകത്ത് കഞ്ചാവാണെന്ന് കണ്ട് 7 പൊതികളിലായിട്ട് പൊതിഞ്ഞു വെച്ച കഞ്ചാവാണെന്ന് കണ്ട് നമ്മളത് മാസ്റ്റർ പ്രകാരം ബന്ധപ്പെടുക്കാനുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 കിലോ 905 ഗ്രാം കഞ്ചാവാണ് ഉണ്ടായിരുന്നത്. ലോക പ്രമേഹ രോഗ ദിനത്തോടനുബന്ധിച്ച് ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ആശാപ്രവർത്തകർ, അങ്കനവാടി പ്രവർത്തകർ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ അധ്യക്ഷനായ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാർ, ICDS സൂപ്പർവൈസർമാർ, ആശാ, അങ്കനവാടി പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ഹെൽത്ത് സൂപ്പർവൈസർ ആന്റോ AJ എന്നിവർ ക്ലാസ് നയിച്ചു. കുറേ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലക്രമേണ നല്ല മാറ്റം സംഭവിക്കും. അപ്പം എന്തായാലും ഇന്ന് നമ്മുടെ ഹെൽത്തിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കല്ലേറ്റിങ്കര പോളിടെക്നിക്കിലൊരു ക്യാമ്പ് നടത്തിയിരുന്നു. നമ്മുടെ ആളൂർ പോലീസ് സ്റ്റേഷനിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരിയായ യുവതിക്ക് വീൽചെയർ നൽകി. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ അശോകൻ MJF, ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ ജോയ്സൺ കിരിയത്ത്, സെക്രട്ടറി ലയൺ TK മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് വീൽചെയർ നൽകിയത്. ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ കൃഷ്ണകുമാർ, ലയൺ PD ജോൺസ് MJF, ലയൺ MA ജോൺസൺ, ലയൺ ജോയ് മാഞ്ഞങ്ങ എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോം, സർവീസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തീരം റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും നഗരസഭാ ചെയർമാൻ AB ജോർജ് പറഞ്ഞു. പരിശോധന വരും ദിവസങ്ങളിൽ തുടരും. 2 സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നത്. പൈപ്പിന്റെ ഉറവിടം വരും ദിവസങ്ങളിൽ കണ്ടെത്തി മേൽ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു.
മാസങ്ങളായി ദുർഗന്ധം വരുന്ന കറുത്ത മലിനജലം ഒഴുകി വരുന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയെങ്കിലും പൈപ്പുകൾ കണ്ടെത്താൻ സാധിച്ചില്ല. വെള്ളിയാഴ്ച കാനയിലെ മലിനജലം പൈപ്പ് ഉപയോഗിച്ച് വാഹനത്തിലേക്ക് മാറ്റി പരിശോധന നടത്തിയപ്പോഴാണ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പൈപ്പുകൾ കാനയിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. കക്കൂസ് മാലിന്യമടക്കമാണ് റോഡിലേക്ക് ഒഴുകുന്നത്. ഇതുമൂലം വലിയ ദുർഗന്ധമായിരുന്നു. രാത്രി സമയത്താണ് മലിനജലം കാനയിലേക്ക് ഒഴുക്കിവിട്ടിരുന്നത്. മലിനജലം കാന നിറഞ്ഞ റോഡിലേക്കും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒലിച്ചുപോയി. ഈ മലിനജലത്തിലൂടെ ചവിട്ടിയാണ് യാത്രക്കാരടക്കമുള്ള ജനങ്ങൾ മാസങ്ങളായി ഇതുവഴി സഞ്ചരിച്ചിരുന്നത്. സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് കൂടുതലായി ദുരിതമനുഭവിച്ചിരുന്നത്. പരിശോധനയ്ക്ക് ആരോഗ്യ വിഭാഗം ചെയർമാൻ ദീപു ദിനേശ്, കൌൺസിലർ തോമസ് മാളിയേക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിജി TD, ജെയ്മാരായ സിനോ മരിയ, AS സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പൊളിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി പൊളിച്ചു. പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ട്രെയിൻ കണക്ട് ചെയ്തതായിട്ട് കാണുന്നത്. 2 സ്ഥാപനങ്ങളും അടച്ചിടുന്നതിനും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നവരെ കൂട്ടാറ് നിയമപരമായ നടപടി സ്വീകരിക്കാനും മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. 2 പേർക്കും നോട്ടീസ് ഇന്ന് മുതൽ സ്ഥാപനം അടച്ചു കൂട്ടാനുള്ള മെമ്മോ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഹോട്ടൽ വരുന്ന തീരം അവിടെ നിന്നാണ് മെയിനായിട്ട് ഞങ്ങൾ വെള്ളം വരുന്നത് കണ്ട പൈപ്പുള്ളത്. ഇവിടെ ഇതുപോലെ ആനയിലേക്ക് അനധികൃതമായി ഒരു പൈപ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലോട്ടാണ്. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങും നടുവിൽ കൂടെയാണ് ഈ പൈപ്പ് വരുന്നത്. നമ്മളിപ്പോൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട് 2 പേരും നിർത്തൽ ചെയ്യാനും. ആമ്പല്ലൂർ സിഗ്നലിനു സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 7:30 അപകടം. സിഗ്നലിൽ നിന്നും മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ ജോർജ് അകപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട ജോർജിനെയും സ്കൂട്ടറിനെയും മീറ്ററുകൾ തള്ളി നീക്കിയാണ് ബസ് നിന്നത്. ബസിന്റെ മുൻചക്രം കയറാതെ തലനാരിഴയ്ക്കാണ് ജോർജ് രക്ഷപ്പെട്ടത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. കാടുകുറ്റി വൈന്തലയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 4 പേർക്ക് പരിക്ക്. കാടുകുറ്റി 15-ാം വാർഡിലെ വൈന്തല കരാൽ റോഡിൽ താമസിക്കുന്ന മാളിയേക്കൽ വീട്ടിൽ തങ്കച്ചൻ, നെല്ലിശ്ശേരി വീട്ടിൽ സൈൻജൻ, മകൾ അലീന, ഇതിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർക്കാണ് തേനീച്ച കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡിനോട് ചേർന്നുള്ള മാവിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചക്കൂട്ടം ഇതിലെ സ്കൂട്ടറിൽ പോയിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളിയെയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് ഇതുവഴി വന്ന ബാക്കി 3 വഴിയാത്രക്കാരെയും കുത്തുകയായിരുന്നു. ഏകദേശം 1.5 മാസത്തോളം മുൻപാണ് തേനീച്ചക്കൂട്ടം മാവിൽ കൂടുകൂട്ടിയത്. തേനീച്ചയുടെ കൂടിന് പൂർണ്ണത എത്താത്തതുകൊണ്ട് കാറ്റിൽ അടർന്നു വീഴുന്ന തേനീച്ചകളാണ് ഇതിലെ പോകുന്ന ആളുകളെ ആക്രമിക്കുന്നത്. സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ജാക്സൺ വർഗീസ് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും ഇത് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,945 രൂപ, പവന് 55,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ വിളംബര ജാഥ നടത്തി.
മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാസുപുരം ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുക്കിക്കൊണ്ടിരുന്ന 2 സ്ഥാപനങ്ങൾ നഗരസഭ സീൽ ചെയ്തു. ആമ്പന്നൂർ സിഗ്നലിനു സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.